നമസ്കാരം. അഭിമുഖത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ മുഖത്തെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അയാളുടെ ചിരിയാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. നമ്മുടെ ചിരി സംരക്ഷിക്കുന്നവരുടെ പ്രവർത്തന മേഖലയുടെ ദിനമാണെന്ന് ഡെന്റിസ്റ്റ് ഡേ ആണ്. ഈ വിഷയത്തിൽ സമഗ്രമായി ആധികാരികമായി സംസാരിക്കുന്ന ഡോക്ടർ കാശി വിശ്വനാഥാണിയെ ലക്കത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ ആമുഖമായി പറഞ്ഞത് തന്നെയാണ്, ചിരിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ചിരി സംരക്ഷണം, അതുപോലെ തന്നെ ദന്ത സംരക്ഷണം, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്ന ഒന്നാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ചിരി എന്ന് പറയുന്നത് മനുഷ്യനൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഫങ്ഷണൽ ആസ്പെക്ട്, ദന്ത സംരക്ഷണം എന്ന് വെച്ചാൽ നമുക്ക് ആഹാരം കഴിക്കണം. നമ്മുടെ ആരോഗ്യം തുടങ്ങുന്നത് തന്നെ വായിൽ നിന്നാണ്. നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യം നിൽക്കൂ. അപ്പോൾ രണ്ടും കൂടി ഒരു കോമ്പിനേഷനിൽ വേണം നമുക്കിത് പോകാനായിട്ട്. ഈ ദന്ത ചികിത്സാ രംഗത്തിൻ്റെ ഒരു പുതിയ പ്രവർത്തന മേഖല, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ രീതികൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ആമുഖമായി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ലാസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് ഡെൻറ്റിസ്റ്റ് ഒരുപാട് മാറ്റം. ബാക്കിയുള്ള ഫീൽഡുമല്ല, ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയുടെ യുഗമാണ് ഇപ്പോൾ. പണ്ടെല്ലാം ഒരു 20 കൊല്ലത്ത് മുമ്പേ റൂട്ട് കനാലെല്ലാം 4ഉം 5ഉം സിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിറ്റിങ്ങിലും 2 സിറ്റിങ്ങിലും മാക്സിമം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതെല്ലാം ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രിയുടെ ഇപ്പം 3D എക്സ്റേസ്, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ്, മൈക്രോസ്കോപ്സ്, ഇങ്ങനത്തെ ആധുനിക ചികിത്സ. അതേപോലെ തന്നെ നമ്മൾ പണ്ടെല്ലാം അളവെടുക്കുന്നത് ഒരു മാവ് പോലത്തെ സാധനം വെച്ചാണ് അളവ്. ഇപ്പോൾ ഡിജിറ്റൽ ഇംപ്രഷൻ, അതിൽ AI വന്നു കഴിഞ്ഞു. അപ്പോൾ AI ടെക്നോളജി വരെ ഡെൻറ്റിസ്ട്രിയിൽ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം ഭയങ്കര മാറ്റമാണ് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സായിട്ട് ഡെൻറ്റിസ്ട്രിയിലുള്ളത്. ഈ മനുഷ്യൻ്റെ പലവിധ രോഗങ്ങളുടെയും തുടക്കം ഈ ദന്ത ആ ഭാഗവുമായി ബന്ധപ്പെട്ട്, പല്ലുകളുടെ ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില തിരിച്ചറിവുകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. ഈ അനുബന്ധ രോഗങ്ങളുടെ ഒരു രോഗനിർണയത്തിൽ ഈ ഡെൻറ്റിസ്ട്രി എത്രത്തോളം അതിൻ്റെ ഒരു നിർണായകമായ ഇടപെടൽ നടത്തുന്നു? ഇപ്പോൾ നമുക്ക് വായിൽ നിന്നാണ്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണ വായിൽ നിന്നാണ്. ഇപ്പം നമ്മുടെ പല്ല് അരച്ച് കഴിച്ചില്ലെങ്കിൽ, നമ്മൾ ആഹാരം അരച്ച് കഴിച്ചില്ല എന്നാൽ ഡൈജഷൻ പ്രോബ്ലം വരും. അത് തന്നെ മെറ്റബോളിസത്തിനെയും ബാക്കിയുള്ള അസുഖങ്ങളിലേക്കെല്ലാം എഴുതടിക്കും. ഇപ്പം പല്ലിൽ നിന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിൽ കൂടെ പോയി പല സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യാം. ഇപ്പം കാർഡിയാക് പേഷ്യൻസ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ്. എന്തിനാണ് ഡെൻറ്റിസ്റ്റ് അടുത്ത് റെഫറൻസ് ചെയ്യുന്നത്? ഇതിനു മുമ്പേ ഡെൻ്റൽ പ്രോബ്ലംസ് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് അവരെ സർജറിയോ അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റോ ചെയ്യുള്ളൂ. കാരണം സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എവിടെയും പാടില്ല, ഈവൻ ഓറൽ ക്യാവിറ്റിയിൽ. ഇപ്പം നമ്മുടെ ഒരു മോണരോഗം എടുത്ത ഒരു ഉദാഹരണം, മോണരോഗം ഉണ്ടെങ്കിൽ ആ മോണരോഗം ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയർ. ഈ മോണരോഗം കാരണം തന്നെ പല അസുഖങ്ങളും പല സിസ്റ്റത്തിനെയും വ്യാപിക്കാം. അത് സ്റ്റഡീസ് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ ഓങ്കോളജിക്കൽ ഇഷ്യൂസ് അടക്കം. തീർച്ചയായിട്ടും. ഓൺകോളജി എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ, ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. ഇപ്പോൾ ബാക്കിയുള്ള ക്യാൻസർ പോലെ ഓറൽ ക്യാൻസർ വളരെ കോമൺ. അത് വായിൽ ഇപ്പം കൂടുതലായിട്ട് കാണാറുണ്ട്. അതൊക്കെ പണ്ടെല്ലാം വളരെ കൂടുതലായിരുന്നു. കാരണം സ്മോക്കിങ്, പാൻപരാഗ്, അതെല്ലാം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഓറൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആരും ശ്രദ്ധിക്കാതെ ഷാർപ്പ് എഡ്ജസ്, പല്ലിൻ്റെ അറ്റം ഒരഞ്ഞു മുറിയുന്ന ഒരു സ്വഭാവം, അത് ആരും ശ്രദ്ധിക്കാറില്ല. അതൊരു വായ്പുണ്ണ് പോലെ എടുക്കും എല്ലാവരും. ഈ വായ്പുണ്ണ് ഒരു 15 ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡെൻറ്റിസ്റ്റിനെ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് ഓറൽ ക്യാൻസറായിട്ട് മാറിയെന്നിരിക്കും. കാരണം ഏറ്റവും കണ്ടുവരുന്ന വിസ്ഡം ടൂത്ത് അല്ലെങ്കിൽ നമ്മൾ ദന്തോപകരണങ്ങൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ടൂത്ത്, അതിൻ്റെ ഷാർപ്പ് എഡ്ജ് നാക്കിൽ കൊള്ളുക, അല്ലെങ്കിൽ വിസ്ഡം ടൂത്തിൻ്റെ ഷാർപ്പ് എഡ്ജസ് നാക്കിൽ കൊള്ളുക, അങ്ങനെ പറഞ്ഞ് ഓറൽ ക്യാൻസറിലോട്ട് നയിക്കാം. അപ്പോൾ എപ്പോഴും ഒരു 6 മാസത്തെ ഒരു ഡെൻറ്റിസ്റ്റ്, ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്യാൻസർ പോലെ തന്നെ ഒരു ഓറൽ സ്ക്രീനിങ് 6 മാസത്തെ ഉണ്ടെങ്കിൽ ഈ തരം ഓറൽ ക്യാൻസർ നമുക്ക് ഒഴിവാക്കാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാധാരണയായി കാണുന്ന ദന്തരോഗങ്ങൾ, അതിനെ ഒന്ന് ക്രമവൽക്കരിച്ച് പറഞ്ഞാൽ ഏതൊക്കെയാണ് വളരെ പ്രധാനമായിട്ടും? നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വരുന്ന ദന്തപ്രശ്നങ്ങളെന്ന് പറയുന്നത് പല്ലിൽ വരുന്ന പോട് തന്നെയാണ്. ഒരു റിപ്പോർട്ടിൽ 50% ആൾക്കാർ കൂടുതൽ ക്യാവിറ്റീസ് ഉണ്ട്. ഇതിൽ കൂടാതെ മോണരോഗം, വിവിധ തരത്തിലുള്ള പല്ലിൽ വരുന്ന തേയ്മാനങ്ങൾ, ഓറൽ ക്യാൻസർ, നിരതെറ്റിയ പല്ലുകൾ, ഇതെല്ലാമാണ് കണ്ടുവരുന്നത്. പക്ഷേ ക്യാവിറ്റീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലും കേരളത്തിലും കണ്ടുവരുന്നത്. നമുക്ക് പ്രകടമായതാണോ? നമ്മൾ ചെറിയ പൊട്ടുപോലെയൊക്കെ കാണുന്നതിൻ്റെ ഉൾഭാഗത്ത് വേറെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഈ നമ്മുടെ പല്ലിൻ്റെ പോട് എന്ന് പറയുന്ന അസുഖത്തിൽ? ഇപ്പോൾ പല്ലിൻ്റെ ഒരു ഘടന എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല്ലിന് 3 സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. മുകളിലത്തെ ഭാഗം ഇനാമൽ, സെക്കൻഡ് ലെയർ ഡെൻറ്റിൻ, തേർഡ് ലെയർ പൾപ്പ് മജ്ജ എന്ന് പറയും. ഇപ്പം ഏറ്റവും മുകളിൽ ചെറിയൊരു കറുത്ത കുത്തായിട്ടേ കാണത്തുള്ളൂ. അത് പോടാവാം, ഒരു സ്റ്റെയിനിങ് ആവാം. അത് ചിലപ്പം ചില ആൾക്കാർ വന്നിട്ട് പറയാം എനിക്ക് ക്യാവിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പോൾ അത് സ്റ്റെയിനാണോ ക്യാവിറ്റി ആണോ എന്ന് അറിയാൻ പറ്റും. ക്യാവിറ്റി ആണ് തീർച്ചയായിട്ടും അടച്ചിരിക്കണം. ക്യാവിറ്റി ഇനാമലിൽ മാത്രമാണ് സുഖമായിട്ട് അടയ്ക്കാം. ഡെൻറ്റീനിൽ വരുമ്പോൾ അത് 2ാമത്തെ ലെയറാണ്. ആ 2ാമത്തെ ലെയറും ഇപ്പോൾ പേഷ്യൻസിന് പുളിപ്പ് അനുഭവപ്പെടും. അത് ചിലവർ അത് നെഗ്ലക്റ്റ് ചെയ്യും. ഈ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് എല്ലാം ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ രോഗത്തെ മാസ്ക് ചെയ്യുവാണ്. പക്ഷേ 3ാമത്തെ ലെയറിൽ പല്ലിൻ്റെ മജ്ജ എന്ന് പറയും,
പൾപ്പ് എന്ന് പറയും. അതിലെത്തുമ്പോഴാണ് പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് വരുന്നതും റൂട്ട് കനാൽ പോലത്തെ ചികിത്സയിലോട്ട് പോകേണ്ടി വരുന്നത്. ഈ നേരത്തെ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ ഈ പല്ലിൻ്റെ പോടെന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച്? നമ്മൾ എന്തിനാണ് 6 മന്ത്സിലൊരിക്കൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ് തുടക്കത്തിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറയും. ആദ്യം നമ്മളൊരു ക്യാവിറ്റി കണ്ടുപിടിക്കുന്നത് ക്ലിനിക്കലിയാണ്. ഒരു ഡെൻറ്റിസ്റ്റ് നോക്കുമ്പോൾ ക്ലിനിക്കലി പ്രോബ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ കൂടാതെ ഇപ്പം നേരത്തെ അജിത്ത് സംസാരിച്ച പോലെ ഒരുപാട് ഡെൻ്റൽ എക്യുപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ക്യാവിറ്റീസ് കണ്ടുപിടിക്കുക, ഡിജിറ്റൽ എക്സ്റേസ്, ഡിജിറ്റൽ OPGs. ഇപ്പോൾ 2 പല്ലിൻ്റെ ഇടയിലുള്ള പോടൊന്നും നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിന് പോലും 2 പല്ലിൻ്റെ ഇടയിലുള്ള പോട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഡിജിറ്റൽ എക്സ്റേസും ഡിജിറ്റൽ OPG, ഇപ്പോൾ ലേസർ ഉപയോഗിച്ചുള്ള സിസ്റ്റംസ്, ഫൈബർ ഒപ്റ്റിക് എലിമിനേഷൻസ്, ഇങ്ങനത്തെ പല ഡയഗ്നോൺ സിസ്റ്റംസ്, ഇങ്ങനത്തെ സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് ഏത് തരം തുടക്കത്തിലുള്ള പോട് പോലും കണ്ടുപിടിക്കാവുന്ന ഒരു സ്ഥിതി ഇപ്പം പുതിയ ടെക്നോളജി അനുസരിച്ച് വന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് റൂട്ട് കനാൽ പോലത്തെ ചികിത്സകളെല്ലാം ഒഴിവാക്കാൻ പറ്റും. സാധാരണ സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കാം. നേരത്തെ സാധാരണഗതിയിൽ പല്ലിൽ പോരുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ചെന്നാൽ പല്ലൊന്ന് അടച്ചു വിടുന്നതായിരുന്നു പതിവ്. പിന്നീട് അതിനുശേഷമാണ് ഈ റൂട്ട് കനാൽ എന്ന ഒരു പ്രതിഭാസത്തിലേക്കൊക്കെ പിന്നീട് എത്തുന്നത്. ഇപ്പോൾ ഈ മേഖലയിലെ ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റ് ഏതാണ്? ഇപ്പം നമ്മുടെ ചികിത്സ, റൂട്ട് കനാൽ ചികിത്സ പണ്ടുമുണ്ട്. ഒരു 50-60 കൊല്ലമായിട്ടുള്ള ഒരു സർവ്വസാധാരണമായിരുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഫെയിലിയർ റേറ്റ്സ് എല്ലാം കൂടുതലായിരുന്നു. അത് കാരണം എന്താണ്, നമുക്ക് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സിലായിട്ട് ടെക്നോളജി വളരെയധികം അഡ്വാൻസ്ഡ് ആയി റൂട്ട് കനാലിൽ. ഇപ്പോൾ റൂട്ട് കനാൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പണ്ട് നമ്മുടെ ഒരു അകത്തെ കനാലുണ്ട്, ഈ പല്ലിൻ്റെ വേരിലുള്ള കനാൽ, കൈ വെച്ചാണ് ക്ലീൻ ചെയ്തുകൊണ്ട് ഫൈൽസ് എന്ന് പറയും, അത് വെച്ച് ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്യണമെന്നുള്ള എളുപ്പം കാര്യമല്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നാണ് ഒരു ഡെൻറ്റിസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്. പെയിൻഫുൾ ആയിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയാം പണ്ടത്തെ കാലത്ത്. കാരണം പണ്ടത്തെ കാലത്ത് ഒരു റൂട്ട് കനാൽ ചെയ്യണം 3, 5, 6 അപ്പോയിൻമെൻറ്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1, 2 സിംഗിൾ സിറ്റിംഗ്, ഒരു 70% കേസിൽ ഒറ്റ സിറ്റിംഗ് നമുക്ക് തീർന്നു. ഒരു 30% കേസ് സെക്കൻഡ് സിറ്റിംഗ്. ചില കാര്യങ്ങളിൽ മാത്രം നമുക്ക് 3 അല്ലാതെ ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഇപ്പം പല്ലിൻ്റെ വേര് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എപ്പെക്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നീളം കണ്ടുപിടിക്കണമെങ്കിൽ ഡിജിറ്റൽ എക്സ്റേസ് ലഭ്യമാണ്, മൈക്രോസ്കോപ്പ് ലഭ്യമാണ്. പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജി 3D എക്സ്റേസ്. 3D എക്സ്റേ വെച്ചാൽ പല്ലിൻ്റെ ഉൾഭാഗങ്ങൾ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാം. അതും AI ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സക്സസ് റേറ്റ് റൂട്ട് കനാലിൻ്റെ 99% ആയത്. ഈ 1-2 സിറ്റിംഗ് തീരുമ്പോൾ പെയിൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, പെട്ടെന്ന് തീർന്ന് പെട്ടെന്ന് പോകും. ഈ റൂട്ട് കനാലിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടത് ഒരു ക്യാപ്പ് നിർബന്ധമായും ധരിക്കണം എന്ന് പറഞ്ഞാൽ, പിന്നീട് പലപ്പോഴും പറഞ്ഞു കേട്ടുള്ളത് ഈ ക്യാപ്പ് കാലക്രമേണ ഇളകിപ്പോകാറുണ്ട്, തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു ഫെയിലിയർ മെഷർമെൻ്റായി കണക്കാക്കുന്നുണ്ടായിരുന്നോ, അതോ അതിനുള്ള പരിഹാരമുണ്ടോ ഇപ്പോൾ? ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന ചികിത്സ പല്ലിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യാറുള്ളത്. വൺസ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ മാവും, പല്ല് നമുക്ക് സേവ് ചെയ്യും. പക്ഷേ ഒരു റൂട്ട് കനാൽ പൂർത്തീകരിക്കുന്നത് ക്രൗണും കൂടെ ഇട്ടതിന് ശേഷമേ പൂർത്തീകരിക്കത്തുള്ളൂ. എല്ലാവരും എന്താ റൂട്ട് കനാൽ ചെയ്യും, ഇൻഫെക്ഷൻ പോവും, പിന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകത്തില്ല. പിന്നെ എപ്പോഴാണ് വരുന്നത്, ഏതർ പല്ല് പൊട്ടുമ്പം, ഇല്ലെങ്കിൽ ഈ ഫില്ലിംഗ് എല്ലാം വിളഞ്ഞ് റീഇൻഫെക്ഷൻ വരുമ്പോൾ, അങ്ങനെയാണ് റൂട്ട് കനാൽ ഫെയിലിയറിൻ്റെ ഒരു ചാൻസ്. പിന്നെ നമ്മൾ റൂട്ട് കനാൽ ചെയ്ത് എന്തിനാണ് ക്രൗൺ ഇടുന്നത്? റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ മാറും. പക്ഷേ ഈ റൂട്ട് കനാൽ വെല്ലുമ്പം പല്ല് ഡെഡാണ്, നോൺ വൈറ്റലാണ്, അതിൻ്റെ ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ പല്ല് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം പൊട്ടാതിരിക്കാനാണ് നമ്മൾ ക്രൗൺ ചെയ്യണം. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ പോവും, പല്ല് ലോങ് ടേമിൽ നിൽക്കാൻ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രൗൺ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചെയ്താൽ റൂട്ട് കനാൽ പൂർത്തീകരിക്കും. ഇത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഫെയിലിയേഴ്സ് കൂടുന്നത്. ഈ ഒരേ തരത്തിലുള്ള ക്രൗൺ ആണോ ഉപയോഗിക്കുന്നത്, അതോ ഈ റൂട്ട് കനാലിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് മാറ്റം ഉണ്ടാകുമോ, അതോ അതിൻ്റെ മെറ്റീരിയൽ മാറ്റമുണ്ടോ? അങ്ങനെയാണ്? തീർച്ചയായിട്ടും. പണ്ട് ഒരു 20 ഇയേഴ്സിന് മുമ്പേ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത ക്രൗണിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒരു സ്റ്റീൽ ക്യാപ്പും ഒരു സിറാമിക് ക്യാപ്പും. സിറാമിക് ക്യാപ്പിൻ്റെ അകത്തും മെറ്റൽ കാണും, ബലമെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം ടെക്നോളജി മാറി. അതാണ് പറഞ്ഞത്, ഇപ്പം സിർക്കോണിയ ക്രൗൺസ് എന്ന് പറയും, മെറ്റൽ ഇല്ലാത്ത ക്രൗൺസ്, മെറ്റൽ ഫ്രീ ക്രൗൺസ്. ഇതെന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, മെറ്റൽ നമുക്ക് ബോഡിയിൽ കോമ്പാറ്റബിൾ അല്ല, ശരീരത്തിൽ കോമ്പാറ്റബിൾ ആയി കൊറോഷൻ പ്രോഡക്ട്സ് വരും, ഗംസിന് ഇറിറ്റേഷൻ വരും. സ്കാൻ എടുക്കുമ്പം CT സ്കാനെല്ലാം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് വരും. സിർക്കോണിയ എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്രീ ക്രൗൺസ് ആണ്, ശരീരത്തിന് കോമ്പാറ്റബിൾ ആണ്, ഗംസിന് ഇറിറ്റേഷൻ ഇല്ല. CT അങ്ങനത്തെ പോലെ സ്കാൻ എടുക്കുമ്പോൾ അത് മാറ്റേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഭംഗിയുടെ കാര്യം, മെറ്റലുള്ളപ്പം ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം നാച്ചുറൽ ഒരു ലുക്ക് ഒരിക്കലും ആ ക്രൗൺസിന് വരാറില്ല. സിർക്കോണിയ ആകുമ്പോൾ മെറ്റൽ ഫ്രീ ആണ്, ലൈറ്റ് പാസ് ചെയ്യുന്നത് നമ്മുടെ എങ്ങനെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന അതേ ഫീച്ചേഴ്സിലാണ് ഈ സിർക്കോണിയ ക്രൗൺസ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പല്ല് ചെയ്യുമ്പോൾ ഒരു ക്രൗൺ ഇടുവാണെങ്കിൽ
തീർച്ചയായിട്ടും സിർക്കോണി ക്രൗണിനെ പോകും, അല്ലെങ്കിൽ ഇമാക്സ് പോലത്തെ മെറ്റൽ ഫ്രീ ക്രൗൺസിനെ പോകും. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫങ്ഷനിൽ മാത്രമല്ല, ഫ്രണ്ടിലത് പല ഭംഗിയുടെ കാര്യത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ഈ റെഗുലർ റിവ്യൂ പീരീഡ്സ് ഉണ്ടോ ഇതിന്? നമ്മൾ ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ അതോ ഒന്നോ രണ്ടോ ട്രീറ്റ്മെൻറ്റോട് കൂടി കഴിയുമ്പോൾ പിന്നീട് അത് ആജീവനാന്തം നിൽക്കുന്നതാണോ, അതോ വീണ്ടും നമ്മൾ അതിനെ റിവ്യൂ ചെയ്യേണ്ടതുണ്ടോ? നമ്മളൊരു റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞു നമുക്ക് സാധാരണ റിവ്യൂ പോലെ തന്നെയാണ് നമുക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ല്. ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്തു എന്ന് പറഞ്ഞു നമ്മൾ ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല, പക്ഷേ അതിൻ്റെ കെയർ വേണം. ബാക്കിയുള്ള പല്ല് കെയർ പോലെ തന്നെ ഇതിനും വേണം. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് ഫ്ലോസ് ചെയ്യുക, എല്ലാ പല്ലുകളും ഫ്ലോസ് ചെയ്യുന്ന പോലെ തന്നെ റൂട്ട് കനാൽ പല്ലുകളുടെ ഇടയിലും ഫ്ലോസ് ചെയ്യുക. അല്ലെങ്കിൽ ആഹാരം ഇരുന്ന് കഴിഞ്ഞാൽ ഗംസിന് ചുറ്റും ഇൻഫെക്ഷൻ വരും, അത് റൂട്ട് കനാൽ തന്നെ ഫെയിലിയറിനെ വഴിതെളിക്കുക. അപ്പോൾ അതും ആവശ്യമാണ്. എപ്പം നമ്മൾ റൂട്ട് കനാൽ ചെയ്താലും എന്ത് പ്രോസസ്സ് ചെയ്താലും 6 മാസത്തെ റെഗുലർ ചെക്കപ്പും ക്ലീനിങ് മസ്റ്റാണ്. അതുപോലെ തന്നെ 2 നേരമുള്ള ബ്രഷിങ്ങും 1 നേരം ഫ്ലോസിങ്ങും മിക്കവരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഡെൻ്റൽ ഫ്ലോസ് എന്ന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 2 പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാനുള്ള അത് മസ്റ്റാണ്. അത് ചെയ്യാത്തതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പല്ലിൽ പോട് വരുന്നതും ഗം ഡിസീസ് വരുന്നതും. ഫ്ലോസിങ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 80% ആൾക്കാരും ചെയ്യാറില്ല. എന്നിട്ട് എല്ലാവരും പറയും ഞാൻ 3, 4, 5 തവണ ബ്രഷ് ചെയ്യും, എന്നാലും എനിക്ക് പോട് വരും. അത് പോട് വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫ്ലോസിങ്. നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ ബ്രഷ് ചെയ്യുമ്പം എല്ലാ വശങ്ങളിലും മുകൾ വശം സൈഡെല്ലാം വരും. പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ പറ്റും? ഒരിക്കലും. എത്ര ബ്രിസിൽസും അതിൻ്റെ അകത്ത് കയറത്തില്ല. അതിനെ വെച്ചിരിക്കുന്ന സാധനമാണ് ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് ഡെൻ്റൽ ഇൻഫെക്ഷൻ ഇന്ത്യയിൽ കൂടുതൽ കണ്ടുവരുന്നത്. ഈ പല്ല് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണല്ലോ മോണയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങളും. ഈ മോണയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അടക്കം ഈ പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നതിലുള്ള ഒരുപാട് പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മോണരോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതുവരെ സംസാരിച്ച പല്ലിൻ്റെ കാര്യമാണ്. പല്ലിൻ്റെ ചുറ്റും ഇരിക്കുന്ന എല്ലും മോണയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ നല്ലതായാലേ പല്ലിരിക്കത്തുള്ളൂ. ഇപ്പം ഈ മോണയ്ക്കും എല്ലിനും വരുന്ന ഇൻഫെക്ഷനെയാണ് മോണരോഗം എന്ന് പറയുന്നത്. ഈ മോണരോഗം വന്നു കഴിഞ്ഞാൽ എല്ലും മോണയും ഇറങ്ങി താഴോട്ട് പോകും. ഇപ്പോൾ മുകളിലത്തെയാണ് മോണ ഇറക്കമെന്നല്ല മലയാളത്തിൽ പറയും. എന്നുവെച്ചാൽ എല്ലും മോണയും നഷ്ടപ്പെടും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ പല്ലിന് ആട്ടം വരികയും ഇളവി പോവുകയും വരും. ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശുചിത്വമില്ലായ്മ. രാവിലെയും രാത്രിയും കറക്റ്റ് ബ്രഷ് ചെയ്യാതിരിക്കുക, കറക്റ്റ് ഫ്ലോസിങ് ചെയ്തായിരുന്നു. ഗം ഡിസീസ് ചിലവർക്ക് ഫ്ലോസിങ്, ഇപ്പോൾ എല്ലാവർക്കും ഫ്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഗം ഇൻഫെക്ഷൻ വരാം. ചിലവർക്ക് അത് പ്രോണായിരിക്കും. ഇപ്പോൾ പ്രമേഹ രോഗികൾ ഡയബറ്റിക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ HbA1c എല്ലാം 3 മാസത്തെ ഒരിക്കും. ഇത് ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന പോലെ തന്നെ പല്ല് ബാധിക്കുന്ന കാര്യമാണ് മോണരോഗം. പ്രമേഹമുള്ളവർക്ക് മോണരോഗം. നമുക്ക് നേരത്തെ അംജത്ത് ചോദിച്ചുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ കാര്യങ്ങൾ വായിൽ പ്രതിഫലിക്കുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ മോണരോഗം ഒരു കാരണം. ഇപ്പം നമ്മൾ ഷുഗറുള്ള പേഷ്യൻസ് നോക്കുവാണെങ്കിൽ, ഹൈ ഷുഗറുള്ള, കൺട്രോൾ ഷുഗറുള്ള പേഷ്യൻ്റ് അല്ല, ഹൈ ഷുഗറുള്ള പേഷ്യൻ്റാണ്. നമുക്ക് മോണ കാണുമ്പോൾ തന്നെ അറിയാം മോണ വീങ്ങിയിരിക്കും, ഇൻഫെക്ഷനായിട്ടിരിക്കും. അതൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനായിട്ട് മാറും. പിന്നെ മോണരോഗം വരാനുള്ള പ്രധാന കാരണം പ്ലാക്ക് അഥവാ കാൽക്കുലസ് എല്ലാവർക്കും അടിഞ്ഞുകൂടും. ഇപ്പം നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും എത്ര ഹൈജീൻ വന്നാലും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടും. ഈ പ്ലാക്കും കാൽക്കുലസ് എന്ന് പറയുന്നത് മുഴുവൻ ബാക്ടീരിയയാണ്. അത് മോണരോഗം ഉണ്ടാകും. അതിനു വേണ്ടിയാണ് നമ്മൾ 6 മന്ത്സിലൊരിക്കൽ ജനറൽ ക്ലീനിങ് ചെയ്യണമെന്ന് പറയാം. ഈ 6 മന്ത്സിൽ ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ ഇത് അടിഞ്ഞുകൂടി മോണരോഗം പോകും. ചെറുപ്പത്തിലൊന്നും നമ്മളിത് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ഏജ് കൂടും തോറും ഈ ഇൻഫെക്ഷൻ കൂടും. അതിൻ്റെ കൂടെ പ്രമേഹം കൂടെ വന്നാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടും. അതാണ് ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും 6 മാസത്തെ ഒരിക്കൽ റെഗുലർ ക്ലീനിങ് മസ്റ്റാണ്. അത് പല്ല് വെളുപ്പിക്കാനല്ല, മോണരോഗം വരാതിരിക്കാനും നമ്മളെ തുടക്കത്തിലുള്ള പോലെ കണ്ടുപിടിക്കാനും ഇതെല്ലാം സഹായിക്കും. ഈ മോണരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണോ? അത് അതിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. മോണരോഗത്തിന് പല രീതിയിലുള്ള തീവ്രതയുണ്ട്. ഇപ്പോൾ തുടക്കത്തിലുള്ള മോണരോഗം വളരെ സിമ്പിളായിട്ട് നമുക്ക് തീർക്കാം. ജനറൽ ക്ലീനിങ്ങും അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ്, ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്ത മോണയുടെ അടിയിൽ ഭാഗം ക്ലീൻ. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എല്ലും മോണയും നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ സ്റ്റേജിൽ നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകേണ്ടി വരും. അതിൽ പ്രധാനമെന്ന് വെച്ചാൽ പണ്ട് ഫ്ലാപ്പ് സർജറി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ എലിവേറ്റ് ചെയ്ത് കീറിയിട്ട് അതിൻ്റെ ഉള്ള ഇൻഫെക്റ്റഡ് ടിഷ്യൂസിനെ എല്ലാം മാറ്റി ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫ്ലാപ്പ് സർജറി. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് അത് മാറി ലെനാപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. ലെനാപ്പ് എന്ന് വെച്ചാൽ ലേസർ അസിസ്റ്റഡ് ന്യൂ അറ്റാച്ച്മെൻറ്റ് പ്രൊസീജിയർ. ഇപ്പോൾ ലേസർ രശ്മി കടത്തി വിട്ട് ഇൻഫെക്റ്റഡ് ടിഷ്യൂസിനെ മാറ്റും. അപ്പോൾ സർജറി ഒന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യം. അപ്പം പേഷ്യൻറ്റിന് ഒരു ബുദ്ധിമുട്ടില്ല. പണ്ട് ഫ്ലാപ്പ് സർജറി ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കര ഇറിറ്റേഷൻ, ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, ഒരുപാട് ഫുഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം വന്നു. അത് തീവ്രതയുടെ 2ാം വശം. ഇനി 3ാമത്തെ ഇൻറ്റൻസിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ല് കുറഞ്ഞിരിക്കും. ചുറ്റുമുള്ള എല്ലാം പൂർണ്ണമായിട്ട് ഒരു 2/3 നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും.
അപ്പം നമുക്ക് ഫ്ലാപ്പ് സർജറിയും ചെയ്യണം, ലെനാപ്പും ചെയ്യണം, ഗ്രാഫ്റ്റ് പോലത്തെ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഈ പല്ല് പിടിച്ചു നിർത്താൻ. പക്ഷേ പ്രോഗ്നോസിസ് മോശമാണ് 3ാമത്തെ സ്റ്റേജ് വരുമ്പോൾ. നമുക്ക് ചെയ്യാം, പക്ഷേ പ്രോഗ്നോസിസ് നമുക്ക് ഒരിക്കലും സക്സസ് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ചിലപ്പം പല്ല് എടുത്തു കളയേണ്ട ഒരു സ്ഥിതി വരുന്നത്. നമ്മളിപ്പോൾ ഗ്രാമങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ഈ സ്മൈൽ തെറാപ്പി അങ്ങനെയുള്ള പേരുകളിലാണ് പല ഡെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അറിയപ്പെടുന്നത്. ആ ഒരു മാറ്റം എങ്ങനെയാണ് വന്നത്? ഈ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭയങ്കര എഡ്യൂക്കേറ്റഡ്. ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സാക്ഷരത എന്ന് പറയുന്നത് വളരെയധികം കൂടി എല്ലാ ഫീൽഡിലും. അപ്പം ഡെൻ്റലിൻ്റെ ഒരു അവയർനെസ് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. ഇപ്പം നമുക്ക് പിന്നെ മീഡിയയിലുള്ള ഗൂഗിളിലുള്ള എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. ഇപ്പം എല്ലാവരും ഇപ്പം ഗ്രാമീണങ്ങളിലുള്ളവർ പോലും ഈ കാര്യങ്ങൾക്കെല്ലാം നല്ല അവബോധമുണ്ട് അവർക്ക് കാര്യങ്ങളെ പറ്റി. ഇപ്പം ഡെഞ്ചർ എന്ന് പറയുന്നത് അവരുടെ അവസാനത്തെ ഒരു ഇതാണ് ഡെഞ്ചർ എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയല്ല, ഡെഞ്ചറായിരുന്നു ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഡെഞ്ചറിലോട്ട് പോകുന്ന ഒരു സ്ഥിതി. അതും പ്രധാന കാരണം മോണരോഗവും പല്ലിൽ വരുന്ന പോട്. അന്ന് റൂട്ട് കനാൽസ് എല്ലാം ആരും ചെയ്യാറില്ല. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ എടുത്തു കളയും, മോണരോഗം വന്നാൽ എടുത്തു കളയും, അത് പിന്നെ ഡെഞ്ചറിലോട്ട് പോകും. ഇപ്പം അങ്ങനെയല്ല, പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യാം. മോണരോഗം ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ മോണരോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ കൂടെ നമ്മൾ പല്ലെടുക്കുന്ന മെയിനായിട്ട് കാണുന്നത് വിസ്ഡം ടൂത്ത് മാത്രമാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കുട്ടികളുടെ അവധിക്കാലത്തിലേക്ക് പോവുകയാണ്. സാധാരണ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് താൽക്കാലികമായി ചികിത്സ നൽകുന്ന ഒരുപാട് രക്ഷിതാക്കളെ നമുക്കറിയാമായിരുന്നു. വേനലവധിക്കാലം എന്ന് പറയുന്നത് അതും പക്ഷേ ട്യൂഷൻ്റെയും കോച്ചിങ്ങിൻ്റെയൊക്കെ കാലമാണ്. എങ്കിൽ പോലും ഈ വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സമയമാണ്. മാതാപിതാക്കൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ വേനൽക്കാലത്തെ കുട്ടികളുടെ ഡെൻ്റൽ ചികിത്സ. ഇതിപ്പോൾ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി ജനിക്കുമ്പം ഇതിൽ ഏറ്റവും ആവശ്യമെന്ന് വെച്ചാൽ മാതാപിതാക്കളിലാണ് ഇതിൻ്റെ കുട്ടികളുടെ എല്ലാം ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അവർക്കൊരു അവയർനെസ് വരണം. എന്താണ് ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് തുടങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കുട്ടി ജനിക്കണതിന് മുമ്പ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണതിന് മുമ്പ് ഒരു അവയർനെസ് കൊടുക്കണം. അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ മുൻകൂട്ടി അറിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ പല്ലുകളൊന്നും ഇല്ല. 6 മാസം തൊട്ട് 6 വയസ്സ് വരെയാണ് പാൽപ്പല്ല് വരുന്നത്. എന്നാലും ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ മോണ കോട്ടൺ വെച്ച് ക്ലീൻ ചെയ്യണം. അത് ആർക്കും അറിയത്തില്ല, മിക്കവരും ചെയ്യാറില്ല. കാരണം പല്ല് വന്നിട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇതായിരിക്കും. കാരണം മോണയിൽ ഒരുപാട് ബാക്ടീരിയസ് എല്ലാം വരും. പാലെല്ലാം വരുമ്പോൾ അതിൽ ബാക്ടീരിയ, അതിൽ ഇൻഫെക്ഷൻ വരാം. 6 മാസം തൊട്ട് 6 വയസ്സ് വരെ എന്ന് പറയുന്നത് പാൽപ്പല്ലിൻ്റെ ഒരു സമയമാണ്. ഈ സമയത്ത് എന്താണ്, ചിലവർ രാത്രി പാല് കൊടുത്ത് ഉറക്കി കിടത്തുന്ന ഒരു ശീലമുണ്ട്. അത് നഴ്സിംഗ് ബോട്ടിലായാലും അമ്മയുടെ പാലായാലും ഏതായാലും. അപ്പോൾ ഫ്രണ്ട് വല്ലങ്ങ് ദ്രവിച്ചു പോകും ഈ കിടത്തി ഉറക്കുമ്പോൾ ഫ്രണ്ട്. അതിനാണ് നഴ്സിംഗ് ബോട്ടിൽ ക്യാവിറ്റി. ഇതൊരു അവയർനെസ് ഉണ്ടെങ്കിൽ അവർ ഇത് കൊടുക്കത്തില്ല. ഇത് കൊടുക്കാം, പാല് കൊടുത്ത് ഉറക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം മുക്കി ആ പല്ലുകളെല്ലാം വൈപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നഴ്സിംഗ് ബോട്ടിൽ ക്ലിയർട്ടി അറിയും. ഇതെല്ലാം ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില കുട്ടികളെ കൊണ്ടുവരും 6 വയസ്സിലെല്ലാം ഫ്രണ്ട് വല്ലെല്ലാം ദ്രവിച്ച് മുഴുവൻ പോയിരിക്കും. ഈ കുട്ടിക്ക് കോൺഫിഡൻസ് തന്നെ പോകും. മാതാപിതാക്കൾക്കും കാണും ഈ കുട്ടി ചിരിക്കുമ്പോൾ എല്ലാം കറുത്ത പല്ലിരിക്കുമ്പോൾ വെളിയിൽ പോകുമ്പോൾ ഈ കുട്ടി ചിരിക്കുക അവരുടെ ഒരു സൈക്കോളജിയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ എന്നുള്ള മിക്സഡ് ഡെൻറ്റിഷനാണ്. എന്ന് വെച്ചാൽ പാൽപ്പല്ല് പോയി വരുന്ന ഒരു സമയം 6 തൊട്ട് 12 വയസ്സ് വരെ. ഈ 6 തൊട്ട് 12 വയസ്സ് വരെ ഇതിൽ തന്നെ ഒരുപാട് ക്യാവിറ്റീസ് വരാം. ഈ സമയങ്ങളിലെല്ലാം ക്യാവിറ്റീസ് വരാം. അപ്പോൾ 6 മാസത്തിലൊക്കെ ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ്, കുട്ടികളുടെ ഡെൻറ്റിസ്റ്റിനെയാണ് പീഡിയാട്രിക് എന്ന് പറയുന്നത്. ഈ പീഡിയാട്രിക് ആണ് തുടക്കത്തിലുള്ള പോട് അപ്പം തന്നെ അടയ്ക്കാൻ നോക്കുക. ഇപ്പോൾ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ എന്താണ്, പാൽപ്പല്ലല്ലേ, ഇപ്പോൾ പുതിയ പല്ല് വന്നോളൂ, എടുത്തു കളഞ്ഞാലും കുഴപ്പമില്ല. അത് പണ്ടത്തെ മുത്തശ്ശന്മാരുടെ എല്ലാവരും ഇതാണ് കൺസേൺ. നമ്മൾ അങ്ങനെയല്ല. ഈ പാൽപ്പല്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പെർമനൻറ്റ് ടൂത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. കുട്ടികൾക്കായാലും പാൽപ്പല്ല് അവിടെ നിലനിൽക്കണം. എന്നാലും ഭംഗി മാത്രമല്ല, എന്താണ് ഡൈജഷൻ വേണ്ടേ, അരച്ച് കഴിക്കണ്ടേ. അപ്പോൾ കുട്ടികൾക്കായാലും കഴിക്കണം, മുതിർന്നവർക്കായാലും അത് ആഹാരം കഴിക്കാനുള്ള ഒരു പാർട്ടാണ്. പിന്നെ 6 തൊട്ട് 12 വയസ്സ് വരെ എന്ന് വെച്ചാൽ മിക്സഡ് ഡെൻറ്റിഷൻ. ഞാൻ നേരത്തെ ഓരോ പല്ല് പൊഴിഞ്ഞു തുടങ്ങും 12 വയസ്സ് വരെ. അത് കറക്റ്റായിട്ട് രീതിയിൽ പോകണമെന്നുള്ള നോക്കുക. പോയില്ലെങ്കിൽ അത് നിരതെറ്റിയ പല്ലിലോട്ട് വഴിതിരിക്കും. ചില പല്ലുകൾ ഒരുപാട് നാൾ നിൽക്കും, സൈഡിൽ നിന്നെല്ലാം കിളിക്കും. അത് എടുത്തു കൊടുത്താൽ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് വരും. പിന്നെ കാണുന്നത് പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ ഈ ഒരു 6 തൊട്ട് 12 വയസ്സ് വരെ കാണും. 6 വയസ്സ് വരെ നമ്മൾ ദുശ്ശീലം എന്ന് പറയുന്നത് ഒരു ശീലം, അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക. 6ൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ദുശ്ശീലമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് കഴിഞ്ഞാൽ തം സക്കിങ് കുട്ടികളെ വളരെ കോമൺ ആണ്. പിന്നെ മൗത്ത് ബ്രീത്തിങ്, വാ തുറന്ന് ശ്വസിക്കുക, അത് അഡിനോയിഡ് ഗ്രന്ഥികളുടെ വീക്കമുള്ളവർക്കാണ് അത് കൂടുതലും കണ്ടത്. പിന്നെ ഏറ്റവും കണ്ടുവരുന്ന ഒരു സാധനമാണ് ടങ് ത്രസ്റ്റിങ്, നാക്ക് പല്ലി തള്ളി തുപ്പല വിഴുങ്ങുന്ന ഒരു സ്വഭാവം.
ഇതാർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റില്ല, കുട്ടിക്ക് അറിയാൻ പറ്റില്ല. ഈ ഒരു ടങ് ത്രസ്റ്റിങ് നമ്മളിപ്പം കണ്ട് ഒരു 10% കുട്ടികളിൽ ഇത് കാണാറുണ്ട്. അപ്പം പല്ല് തള്ളിയും വരും, മോണയും തള്ളും. ആർക്കും അറിഞ്ഞൂടാ ഇതിൻ്റെ റീസൺ. അവർ വിചാരിക്കണം എന്താ 12 വയസ്സ് കഴിഞ്ഞിട്ടേ കമ്പി ഇടാൻ പറ്റൂ. അപ്പോൾ അതുവരെ ഇവരൊന്നും ചെയ്യില്ല. ഈ ടങ് ത്രസ്റ്റിങ് ഹാബിറ്റ്, നാക്ക് തള്ളി തുപ്പലും വിഴുങ്ങുന്ന ഒരു സ്വഭാവമുള്ള ഹാബിറ്റ് ഡെൻറ്റിസ്റ്റിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് ഡെൻറ്റിസ്റ്റ് പറഞ്ഞാലേ ഇവർക്ക് അറിയാൻ പറ്റും. അതാണ് റീസൺ പല്ല് തള്ളണത്, മോണ തള്ളണേന്ന്. അപ്പം നമുക്ക് ഈ പല്ലിൻ്റെ തള്ളൽ നമുക്ക് 12 വയസ്സ് കഴിഞ്ഞാൽ നിരതെറ്റി പല്ലുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ബ്രേസസോ ലൈനേഴ്സോ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഈ 12 വയസ്സ് എന്ന് പറയുന്നത് ഏത് പ്രായത്തിൽ മുതലാണ് ശരിക്കും കുട്ടികൾ കമ്പി ഇടാൻ പറ്റുക? അങ്ങനെ ഒരു നിശ്ചിത പ്രായപരിധി ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് എന്തിനാണ് 12 വയസ്സെന്ന് പറയുന്നത്? 12 വയസ്സ് കഴിയുമ്പോൾ 6 തൊട്ട് 12 വയസ്സാണ് മിക്സഡ് ഡേഞ്ചർ. 12 വയസ്സാവുമ്പം എല്ലാ പാൽപ്പല്ലും പോയി പെർമനൻറ്റ് ടൂത്ത് കിളിച്ച് കഴിയുന്ന ഒരു സമയമാണ് ഈ 12 വയസ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം, ഒരു കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 12 വയസ്സാകുമ്പോൾ എല്ലാ പാൽപ്പല്ലും പോയി കഴിഞ്ഞ് പെർമനൻറ്റ് ടൂത്ത് കിളിച്ചാലേ നമുക്ക് കമ്പി ഇടാൻ പറ്റും. അന്ന് നമ്മൾ ക്ലിനിക്കിൽ ചെക്ക് ചെയ്യും, പല്ല് പൂർണ്ണമായിട്ട് കിളിച്ചു വന്നോ, വേര് പൂർണ്ണമായിട്ട് ഫോം ചെയ്യും, എന്നാലേ നമുക്ക് ബ്രേസസിലോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിൻ്റെ മുമ്പെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രിവെൻറ്റീവ് ഓർത്തഡോണ്ടിക്സ്, ബ്രേസസിനെ ഓർത്തഡോണ്ടിക്സ് എന്നാണ് പറയുന്നത്. പ്രിവെൻറ്റീവ് 12 വയസ്സിന് മുമ്പെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റീവ് ഓർത്തഡോണ്ടിക്സിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഈ ദുശീലവും കറക്റ്റ് പല്ലെടുത്ത് കൊടുക്കുക, അതെല്ലാം. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ബ്രേസസ് പോലും ഇടേണ്ടി വരത്തില്ല. ഈ നമ്മളിപ്പോൾ പല്ലിൽ കമ്പിയിട്ട കുട്ടികൾ പറയുന്നതും നമ്മളെവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒക്കെ നിൽക്കാൻ പറയുമ്പോൾ സാറേ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്, ഞാൻ ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാം. അതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിന് പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പം നമുക്കത് രണ്ടായിട്ട് തരംതിരിക്കാം. ട്രഡീഷണൽ ബ്രേസസും പുതിയ ടെക്നോളജി, കാഡ് ബേസ്ഡ് ടെക്നോളജി അനുസരിച്ച് അലൈനേഴ്സ് ആർ ഇൻവെസ്റ്റ് ലൈൻ എന്നെല്ലാം പറയും. അപ്പം ട്രഡീഷണൽ ബ്രേസസ് ആണ് അഭിജിത്ത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത്. ട്രഡീഷണൽ ബ്രേസസ് എന്ന് പറയുന്നത് നമ്മുടെ മുത്തുകമ്പി പോലെ ഒട്ടിച്ച് കിടന്ന് എല്ലാ മാസം ടൈറ്റൻ ചെയ്യുക, ആഹാരം കഴിക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മുറിവ് വരാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി ഒരു 15 years ആയിട്ടുള്ളൂ ഈ ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട്. ഈ ടെക്നോളജി അനുസരിച്ച് നമുക്ക് ട്രേ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു റിമൂവൽ ട്രേ ആണ്, ഒരു പ്ലാസ്റ്റിക് ട്രേ, ഇൻവിസിബിളാണ്. ഈ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റനിങ് ഒന്നുമില്ല. ഈ ട്രേ ഓരോ 10 ദിവസമോ 7 ദിവസം കഴിയുമ്പോൾ മാറ്റിയാൽ മതി. അപ്പം കാണുമ്പോൾ ഇത് ഇട്ടേക്കണമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഇത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻകൂട്ടി തന്നെ ഇതെങ്ങനെ വരാൻ പോകുന്നുള്ള വീഡിയോസ് നമുക്ക് മുൻകൂട്ടി അറിയാം. ട്രഡീഷണൽ അത് പറ്റത്തില്ല. ട്രീറ്റ്മെൻറ്റ് വരെ എക്സാക്ട്ലി എന്ന് തീരും എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയാം. ഇപ്പോൾ 8 മാസമാണ്, 8 മാസത്തെ ട്രീറ്റ്മെൻറ്റ് തീരും. ചിലപ്പോൾ 1-2 മാസം. ഈ പ്രായപരിധി ഉണ്ടോ? 12 വയസ്സ് കഴിഞ്ഞാലേ നമുക്ക് ഏത് പല്ലിനും അത് ചെയ്യാൻ പറ്റും. കാരണം അത് ട്രഡീഷണൽ ആയാലും അലൈനേഴ്സ് ആയാലും സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കിട്ടും. ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ കുറവാണ്. ഇപ്പം NRI പേഷ്യൻറ്റ്, വെളിയിലുള്ള പോകുന്ന പേഷ്യൻസ്, ഇപ്പം US UK ഈ നമ്മുടെ ട്രഡീഷണൽ ബ്രേസസ് അവിടെ ടൈറ്റൻ ചെയ്യത്തില്ല. പക്ഷേ അലൈനേഴ്സിന് ടൈറ്റനിങ്ങിൻ്റെ ആവശ്യമില്ല, ആ ട്രേ ചേഞ്ച് മാത്രം മതി. പിന്നെ ആഹാരം കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഇല്ല, എന്ത് വേണമെങ്കിലും ആഹാരം കഴിക്കാം. ട്രേ മാറ്റി വെച്ചിട്ട് ആഹാരം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് റീറ്റെയിനേഴ്സ് ഇടും. പക്ഷേ ചില കേസുകളിൽ അലൈനേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ട്രഡീഷണൽ ബ്രേസസേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ട്രഡീഷണൽ ബ്രേസിനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ട്രഡീഷണൽ ബ്രേസ് ഇപ്പോഴും നമുക്ക് ഉപയോഗപ്രദമാണ്, കോംപ്ലിക്കേറ്റഡ് കേസുകളിലെല്ലാം ഉപയോഗം. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുമ്പം അവർ ഏത് ടെക്നോളജിയാണ് നല്ലതെന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ട്രഡീഷനാണോ അലൈനേഴ്സ് ആണോ നല്ലതെന്നുള്ളത്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊരു ട്രെൻഡാണ് അലൈനേഴ്സ് മാത്രം ആണെന്നുള്ള. അങ്ങനെയല്ല, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ അലൈനേഴ്സിൻ്റെ ഒരു കുറേയും കൂടെ കോസ്റ്റ് കൂടുതലാണ്, ട്രഡീഷണലിനെക്കാട്ടി കോസ്റ്റ് കൂടുതലാണ്. അത് ഒരാളുടെ ചോയ്സാണ്. പക്ഷേ ചോയ്സ് ആണെങ്കിലും ചില കേസുകളിൽ നമുക്ക് ട്രഡീഷണലേ ചെയ്യാൻ പറ്റും. കൺവെൻഷനൽ ആയിട്ടൊരു ചോദ്യമാണ് നമ്മൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സൊക്കെ പറയുന്നത്, ഇനിയിപ്പോൾ ഇത്രയും വയസ്സായി ഞാൻ ഇനി പല്ല് ഫിക്സ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് റൂട്ട് കനാൽ വേണ്ട, അതെടുത്ത് കളഞ്ഞാൽ മതി, കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഈ പല്ലെടുക്കാനുള്ള ഭയം കൊണ്ട് കൂടി ഒക്കെ ആണെങ്കിൽ പോലും അതെടുത്ത് കളഞ്ഞിട്ട് വേറെ ഒന്ന് വെക്കാനുള്ള ഒരു സാവകാശത്തിലേക്കൊന്നും എത്താൻ നിൽക്കാതെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ പല്ലെന്ന് പറയുന്നത് നമ്മളൊരു ഭംഗിയുടെ കാര്യമായിട്ട് മാത്രം എടുക്കില്ല, അല്ലെങ്കിൽ ഒരു ചിരിയുടെ കോസ്മെറ്റിക്കിൻ്റെ മാത്രം. മനോഹര പഞ്ചരി എല്ലാവർക്കും കോൺഫിഡൻസ് നടക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ ഫങ്ഷണൽ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ച് നമ്മൾ എവിടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യം തുടങ്ങുന്ന വായിൽ നിന്നാണ്. അരച്ച് കഴിച്ചാലേ ഡൈജഷൻ വരത്തുള്ളൂ. അത് വിഴുങ്ങിയാലേ ഡൈജഷൻ ഇൻറ്റസ്റ്റൈന് സ്മൂത്ത് ആവുള്ളൂ. നമ്മുടെ ഏജ് കൂടുന്തോറും നമ്മുടെ മെറ്റബോളിസം കുറയും. അപ്പം നമ്മൾ ചില ആഹാരങ്ങളൊന്നും ഇവർ ഈ വയസ്സായവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതരം ആഹാരങ്ങൾ, നമുക്ക് ആരോഗ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, നട്ട്സ് എല്ലാം ആവശ്യമാണ് ആരോഗ്യത്തിന്. ഇതൊന്നും കഴിക്കത്തില്ല, അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പോൾ പല്ലെന്ന് പറയുന്ന ഭംഗിയുടെ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ ഒരു മുഖ്യ കാര്യമാണ്. തീർച്ചയായിട്ടും ഒരാൾ
പല്ല് വെച്ചിരിക്കണം, എടുത്തു കളഞ്ഞാൽ അത് തീർച്ചയായിട്ടും വെച്ചിരിക്കണം. അതൊരു ഭംഗിയുടെ കാര്യം, ഏജിൻ്റെ കാര്യം, ഞാൻ ഇത്ര വയസ്സായോ അങ്ങനെയല്ല അതിന് കൊടുക്കേണ്ടത്, എപ്പോഴും അത് ചെയ്തിരിക്കണം. അവസാനിപ്പിക്കുകയാണ്. ആരോഗ്യരംഗത്തെ വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. ഈ ദിനത്തിൽ താങ്കൾക്ക് ഈ പ്രേക്ഷകരോട്, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാം? നമ്മളെ മാർച്ച് 6 എന്ന് പറയുന്ന ഡെൻറ്റിസ്റ്റ് ഡേ ആണ്. ഈ ഡെൻറ്റിസ്റ്റ് ഡേ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് ദന്തരോഗങ്ങളെ പറ്റി ഒരു അവെയർനെസ് കൊടുക്കുക അല്ല, അതിൻ്റെ കൂടെ അവരുടെ ഫാമിലി ഡെൻറ്റിസ്റ്റിനെ ഒന്ന് ഓർക്കുന്ന ഒരു ദിനമായിട്ടാണ് നമ്മൾ ഡെൻറ്റിസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഡെൻ്റൽ ടെക്നീഷ്യൻസ്. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ ഈ ഡെൻ്റൽ ടെക്നീഷ്യൻസ് പറയണത് ഇപ്പോൾ ഡെൻ കെയർ ഡെൻ്റൽ ലാബ് ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ ഡെൻ്റൽ ലാബാണ്, ഏഷ്യാസ് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെയും കൂടെ സപ്പോർട്ടിലാണ് ഡെൻറ്റിസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടെല്ലാം നമുക്ക് ഓരോ വർക്കെല്ലാം ബോംബെയിലും അങ്ങനെ സ്ഥലങ്ങളിലാണ് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ സ്ഥാപനമുണ്ട്, മൂവാറ്റുപുഴയ്ക്കടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ലോക നിലവാരമുള്ള ഇപ്പം വെളിയിലുള്ള ഡെൻറ്റിസ്റ്റ് പോലും ഇവിടെയാണ് അയക്കുന്നത് വർക്കുകൾ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി, ലോകത്ത് എവിടെ കിട്ടുന്ന ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഇപ്പം കേരളത്തിൽ ലഭ്യമാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണ ഡെൻ്റൽ അസിസ്റ്റൻസ്, ഡെൻ്റൽ റിസപ്ഷനിസ്റ്റ്, ഇവരെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ ഡെൻറ്റിസ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്തായാലും വളരെ നന്ദി. ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഈ രാവിലെയുള്ള ഈ സംഭാഷണം. എന്തായാലും താങ്കളുടെ ഈ വാക്കുകൾക്കും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഇന്ത്യയിലുള്ള ലോകത്തെ എല്ലാ ഇന്ത്യൻ ഡെൻറ്റിസ്റ്റുകൾക്കും ഹാപ്പി ഡെൻറ്റിസ്റ്റ് ഡേ.